ഹായ്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ള SCERT ചാപ്റ്റർ എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പാർട്ട് 1ലെ ഇവിടെ 8ാം ക്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. 7ാം ക്ലാസ്സിലേതാണ് ഇത് കേട്ടോ. ഓക്കെ, നമ്മുടെ ഭൂമി എന്നുള്ള ആ ഒരു ചാപ്റ്ററാണ് നോക്കാനുള്ളത്. നോക്കിയാലോ നമുക്ക്? ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ലൈക്ക് ചെയ്യാനൊക്കെ പല ആളുകൾക്കും എന്തുണ്ട്, എന്താ പറയുക, അങ്ങോട്ട് എത്തണില്ല ലൈക്ക് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതിനൊന്നും അത്ര വലിയ പണിയൊന്നും ഇല്ലല്ലോ. ഓക്കെ. അപ്പൊ ശരി, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതില് ഫസ്റ്റ് പറയുന്നത് ഞാൻ ഭൂമി. നോക്കാം നമുക്ക് എന്താ പറയുന്നത്. ഭൂമി കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു ഞാൻ. പിന്നീട് നിരന്തരം പെയ്ത മഴയിലാണ് ഞാൻ തണുത്തത്. പിന്നെയും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജീവജാലങ്ങൾ എന്നിൽ ഉണ്ടായത്. സൗരയൂഥ ഗ്രഹങ്ങളിൽ എന്നിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത്. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം എന്നിലുണ്ട്. ശ്വസിക്കാൻ വേണ്ട വായു, കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള ജലം, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ മണ്ണ്, അങ്ങനെ എല്ലാം എന്തുണ്ട്, എന്നിലുണ്ട് എന്ന് പറയാണ്. ആരെ? നമ്മുടെ ഭൂമി അല്ലെ. ഭൂമി തന്നെ അങ്ങോട്ട് പറയാണ്. അപ്പൊ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഈ പറഞ്ഞതൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. ഓക്കെ, അപ്പോ ഉള്ളറകളിലേക്ക്. ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂടിനേക്കാളും ഭൂമിയുടെ ഉള്ളറയിലെ ചൂട്, ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂടിനേക്കാളും ഭൂമിയുടെ ഉള്ളറയിലെ ചൂട് എന്നുള്ളത് എന്താണ്? അതികഠിനമാണ്. അപ്പോൾ എവിടെയാണ് ചൂട് കൂടുതൽ? ഭൂമിയുടെ ഉള്ളറയിലാണ് എന്ത് കൂടുതൽ? ചൂട് കൂടുതൽ. ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് PYQ ആണ്, എഴുതി വെച്ചോ. എന്താണ്, എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് എന്ന് പറയുന്നത്. എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഭൂമിയുടെ ഏറ്റവും ആഴമുള്ള ഖനിയുടെ താഴ്ച ഏകദേശം 12 കിലോമീറ്റർ ആണ്. ഭൂമിയുടെ ഏറ്റവും ആഴമുള്ള ഖനിയുടെ താഴ്ച ഏകദേശം എത്ര കിലോമീറ്റർ ആണ്? 12 കിലോമീറ്റർ ആണ്. ഭൂമിയുടെ ഏറ്റവും ആഴമുള്ള ഖനിയുടെ താഴ്ച ഏകദേശം 12 കിലോമീറ്റർ ആണ്. അത്രത്തോളം ദൂരം പോലും മനുഷ്യന് ചെന്നെത്താനാകുന്നത് യന്ത്രങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്തോടെയാണ് അല്ലെ. വെറുതെ അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത്രത്തോളം ദൂരം മനുഷ്യന് ചെന്നെത്താൻ കഴിയുന്നത് ഈ യന്ത്രങ്ങളും സുരക്ഷാ ഉപകരണങ്ങളുടെയൊക്കെ സഹായത്തോടെയാണ്. ഏകദേശം 6371 കിലോമീറ്റർ ആണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. അപ്പൊ എത്ര ദൂരം ഉണ്ട് അല്ലെ. അപ്പൊ എത്രയാണ്? 6371 കിലോമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്. എഴുതിയിട്ട് റെഡി ആവുന്നില്ലല്ലോ. 6371 കിലോമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്, ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. കിട്ടിയോ? അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്തെന്ന് പറയുന്നത്, ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂടെന്ന് പറയുന്നത്. അതുപോലെ ഭൂമിയുടെ ഏറ്റവും ആഴമുള്ള ഖനിയുടെ താഴ്ച ഏകദേശം 12 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു. ഏകദേശം 6371 കിലോമീറ്റർ ആണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. ചില ശാസ്ത്രീയ പഠനങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. എന്തൊക്കെ കൊണ്ട്? ചില ശാസ്ത്രീയ പഠനങ്ങൾ, അതുപോലെ നിഗമനം, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത്. അവ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന്. ഓക്കെ, അപ്പൊ ഏതിലേക്ക് നമുക്ക് എങ്ങനെയൊക്കെ വിവരങ്ങൾ കിട്ടുന്ന എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന്, അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുന്ന സമയത്ത് ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന്. പിന്നെ ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ, അതിൽ നിന്ന് നമുക്ക് ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് നമുക്ക്
എന്ത് കിട്ടും? വിവരം കിട്ടും. പിന്നെ ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന്. ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങൾ അതിന്റെ ചലനം അതും കൂടെ വിശകലനം ചെയ്യുന്നതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് അറിവ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിലൂടെ ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന്. അപ്പൊ നമുക്ക് ഭൂമിയുടെ ഘടന നോക്കാം. ഇവിടെ കാണുന്നുണ്ടോ? ഏറ്റവും മുകളിൽ ഭൂവൽക്കം, ദെൻ മാന്റില്, പിന്നെ കാണുന്നത് പുറക്കാമ്പ്, അകക്കാമ്പ് അല്ലെ. ഭൂവൽക്കം, മാന്റില്, കണ്ടോ? ഭൂവൽക്കം ഏറ്റവും മുകളില്, പുറമെ ഭൂവൽക്കം, പിന്നെ മാന്റില്, അതിന് താഴെ മാന്റില് അല്ലെ. മാന്റില് കണ്ടോ? ആ നല്ല റെഡ് നിറത്തിലുള്ളത് എന്താണ്? മാന്റിലാണ്. ദെൻ പുറക്കാമ്പ്. ഓക്കെ, ആ ഓറഞ്ച് ഇതില് കളറിൽ കാണുന്നത് പുറക്കാമ്പ്. ദെൻ ഉള്ളില് എന്താണ്? അകക്കാമ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം വിശദമായിട്ട്. ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായിട്ട് തിരിച്ചിരിക്കുന്നു. ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായിട്ട് തിരിച്ചിരിക്കുന്നു. ഏറ്റവും പുറമേയുള്ള പാളിയാണ് എന്തെന്ന് പറയുന്നത്? ഭൂവൽക്കം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ക്രസ്റ്റ് എന്ന് പറയും. ഏറ്റവും പുറമേയുള്ള പാളി. ഇനി മധ്യഭാഗം അറിയപ്പെടുന്നത് എന്താണ്? മാന്റിൽ എന്നാണ്. ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് കോർ. അതിനെ നമ്മൾ പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. മധ്യഭാഗത്ത് മാന്റിലും മുകളിൽ ക്രസ്റ്റും അതിന് താഴെ കാമ്പും അല്ലെ. കാമ്പ് അല്ലെങ്കിൽ കോറ് എന്ന് പറയും. ഇനി നോക്കാം. ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ളതാണ്, അതുപോലെ എന്താണ്? താരതമ്യേന നേർത്ത പാളിയാണ് ഭൂവൽക്കം. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ ഒരു പാളി എന്ന് പറയുന്നത്. ഖരരൂപത്തിലുള്ള പാറകളാൽ എന്താണ്? നിർമ്മിതമാണ്. ഓരോ സെന്റൻസും നോക്കുക. പ്രസ്താവന ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഇത് കേട്ടോ. അപ്പൊ നോക്കാം. ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട്. അപ്പൊ എത്ര ഉണ്ട്? രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് എന്തുണ്ട്? വൻകര ഭൂവൽക്കം, രണ്ട് സമുദ്ര ഭൂവൽക്കം. ഓക്കെ, ഇനി വൻകര ഭൂവൽക്കം എടുക്കുകയാണെങ്കിൽ അതിനാണ് എന്തുള്ളത്? കനം കൂടുതൽ. അതിന്റെ ശരാശരി കനം എന്ന് പറയുന്നത് 30 കിലോമീറ്ററോളം വരും. എത്ര വരും? 30 കിലോമീറ്ററോളം. ഇനി വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം 70 കിലോമീറ്റർ കനമുണ്ട്. വൻകര ഭൂവൽക്കത്തിന് ശരാശരി കനം എന്ന് പറയുന്നത് 30 കിലോമീറ്ററോളം വരും. അതിന് പർവ്വത പ്രദേശത്ത് ഏകദേശം 70 കിലോമീറ്റർ കനമുണ്ട്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്റർ ആണ് കനം. അപ്പൊ നമ്മൾ പറഞ്ഞു ഭൂവൽക്കം എന്ന് പറയുമ്പോൾ അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. രണ്ട് ഭാഗം എന്ന് പറയുമ്പോൾ ഒന്ന് വൻകര ഭൂവൽക്കം, രണ്ട് സമുദ്ര ഭൂവൽക്കം. ഈ വൻകര ഭൂവൽക്കത്തിന് എത്രയാണ് കനം വരുന്നത്? ശരാശരി 30 കിലോമീറ്ററോളം വരും. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിനോ അത് ശരാശരി 5 കിലോമീറ്റർ ആണ് വരുന്നത്. വൻകര ഭൂവൽക്കത്തിൽ പർവ്വത പ്രദേശത്തിന് ഏകദേശം 70 കിലോമീറ്റർ എന്തുണ്ട്? കനമുണ്ട്. അപ്പൊ ഭൂവൽക്കം പഠിച്ചല്ലോ. ഇനി മാന്റിൽ നോക്കാം. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗം അല്ലെ, നമ്മൾ നേരത്തെ കണ്ടു. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? മാന്റിൽ എന്ന് പറയുന്നത് അല്ലെ. മാന്റിൽ കണ്ടോ? ഓക്കെ, ഇനി ഇത് ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. മാന്റിലിന്റെ ആ ഒരു എത്ര വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്? 2900 കിലോമീറ്റർ വരെ മാന്റിൽ വ്യാപിച്ചു കിടക്കുന്നു. ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഭൂവൽക്കവും പിന്നെന്താണ്? ഭൂവൽക്കവും അതുപോലെ പിന്നെന്താണ് ഉള്ളത്? ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗം. മാന്റിൽ മൊത്തം ഉണ്ടോ? ഇല്ല. മാന്റിലിന്റെ ഉപരിഭാഗം അല്ലെ, ഉപരിഭാഗവും ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ലിത്തോസ്ഫിയർ എന്ന്
പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി, അതായത് മാഗ്മ അല്ലെ, അർദ്ധ ദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? അസ്തനോസ്ഫിയർ. നമ്മൾ ശിലാമണ്ഡലം എന്താന്ന് പറഞ്ഞു? ഭൂവൽക്കം, മാന്റിലിന്റെ ഉപരിഭാഗം. അപ്പം അത് എന്താണ്? ശിലാമണ്ഡലം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ എങ്ങനെയാണ്? ഉരുകിയ അല്ലെ, ദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അതായത് മാഗ്മ എന്നാണ് ആ ശിലാപദാർത്ഥങ്ങൾ ഉരുകി ഉള്ള ആ ഒരു ദ്രവാവസ്ഥയിലുള്ള അതിന് പറയുന്നത് എന്താണ്? മാഗ്മ എന്നാണ്. ഓക്കെ, അങ്ങനെ കാണപ്പെടുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം എന്താണ്? ഖരാവസ്ഥയിലാണ്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ പറഞ്ഞു ഭൂവൽക്കം, മാന്റിലിന്റെ ഉപരിഭാഗം ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത്. ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് പദാർത്ഥങ്ങൾ എന്താണ്? ഉരുകിയിട്ടാണ് കാണുന്നത്, പക്ഷെ അർദ്ധദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ആ ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്, മാഗ്മയുള്ള ഭാഗം. ഇനി അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഏതവസ്ഥയിലാണ്? അത് ഖരാവസ്ഥയിലാണ്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി കാമ്പ് എടുത്തു നോക്കാം നമുക്ക്. ഈ മാന്റിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ് എന്ന് പറയുന്നത്. ഏതിന് താഴെ? മാന്റിലിന് താഴെയുള്ള ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? കാമ്പെന്ന് പറയുന്നത്. കിട്ടിയല്ലോ. ഇനി ശിലാമണ്ഡലം, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ശിലാമണ്ഡലം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഭൂവൽക്കവും അതുപോലെ എന്തുണ്ട്? മാന്റിലിന്റെ ഉപരിഭാഗവും. പിന്നെ ഉള്ളത് എന്താണ്? അർദ്ധദ്രവാവസ്ഥയിലുള്ള മാഗ്മ അടങ്ങിയിട്ടുള്ള ഭാഗം, അതാണ് അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞു. ഈ അസ്തനോസ്ഫിയറിന് എന്താണ്? താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണെന്ന് പറഞ്ഞു. ഇനി കാമ്പാണ് പറയുന്നത്. മാന്റില് മൊത്തെടുത്ത് അതിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ്. കാമ്പിന് പുറക്കാമ്പ്, അകക്കാമ്പ് എന്നീ 2 ഭാഗങ്ങളുണ്ട്. എത്ര ഭാഗങ്ങളുണ്ട്? 2 ഭാഗങ്ങളുണ്ട്. പുറക്കാമ്പ് ദ്രവാവസ്ഥയിലും, പുറക്കാമ്പ് ഏത് അവസ്ഥയിലാണ്? ദ്രവാവസ്ഥയിലും. അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ്. കാമ്പ് മുഖ്യമായും നിക്കല്, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ്. കാമ്പ് എന്ന് പറയുമ്പം അതിൽ ഏതൊക്കെയുണ്ട്? നിക്കൽ, ഇരുമ്പ്, ഇത് രണ്ടും ഈ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ് കാമ്പ് എന്ന് പറയുന്നത്. അതിനാൽ നമുക്ക് കാമ്പിന് നിഫെ എന്നും പേരുണ്ട്. നിക്കലിന്റെ എണ്ണയും ഇരുമ്പിന്റെ എഫിയും നിഫെ എന്നും എന്ത് പറയുന്നുണ്ട്? കാമ്പിനെ വിളിക്കുന്നുണ്ട്. അകക്കാമ്പിലെ ചൂട് ഏകദേശം 5500°C ആണ്. ഇത് നമ്മൾ ആദ്യം പഠിച്ചു അല്ലെ. അപ്പൊ മാന്റിൽ എടുത്തു. മാന്റിലിന്റെ താഴെയുള്ള പ്രധാനമായിട്ട് 3 ഭാഗമാണ് ഭൂവൽക്കം, മാന്റില്, പിന്നെന്താ ഉള്ളത്? കാമ്പ്. അതില് മാന്റിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ് എന്ന് പറഞ്ഞു. കാമ്പിന് പുറക്കാമ്പുണ്ട്, അകക്കാമ്പുണ്ട്. പുറക്കാമ്പ് ദ്രവാവസ്ഥയിലാണ്, അകക്കാമ്പ് ഖരാവസ്ഥയിലാണ്. കാമ്പ് എന്തൊക്കെ ലോഹങ്ങളാണ് മുഖ്യമായിട്ടുള്ളത്? കാമ്പില് നിക്കലും ഇരുമ്പും, Niയും Feയും. അതുകൊണ്ട് നമുക്ക് ഇതിനെ കാമ്പിനെ എന്ത് പറയാം? നിഫെ എന്ന് വിളിക്കാം. അതുപോലെ അകക്കാമ്പിലെ ചൂടെന്ന് പറയുന്നത് ഏകദേശം 5500°C ആണ്. ഇത്രയും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഭൂമിയുടെ ഘടന അതുപോലെ സവിശേഷതകളാണ് നമുക്ക് നോക്കാനുള്ളത്. നമ്മൾ ഏകദേശം നമുക്ക് അറിയാം. ഓക്കെ, ഒന്നുകൂടെ എന്ത് ചെയ്യാം? നമുക്കൊന്ന് നോക്കി വെക്കാം. ഭൂവൽക്കം കണ്ടല്ലേ? ഭൂമിയുടെ ഏറ്റവും ഉപരിതലത്തിലുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു, ഭൂവൽക്കം അല്ലെ. അപ്പം ഏറ്റവും പുറമേയുള്ള ഭാഗം, അതുപോലെ ശരാശരി കനം എന്ന് പറയുന്നത് 30 കിലോമീറ്റർ ആണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി വൻകര ഭൂവൽക്കവും അവിടെ എന്തുണ്ട്? സമുദ്ര ഭൂവൽക്കവും ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. 2 ഭാഗങ്ങളാണ് ഭൂവൽക്കത്തിനുള്ളത്, വൻകര ഭൂവൽക്കവും അതുപോലെ സമുദ്ര ഭൂവൽക്കവും. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി മാന്റിൽ എടുത്താൽ അതിന് തൊട്ടുള്ളത് അല്ലെ, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? മാന്റിലാണെന്ന് പറഞ്ഞു. ഈ മാന്റില് ഭൂവൽക്കത്തിന് താഴെയാണ്. ഭൂവൽക്കത്തിന് ഇതിപ്പോ ഭൂമി ഇങ്ങനെ ചെരിച്ചു പിടിച്ച പോലെയാണ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യുക? ഇതിങ്ങനെ കുത്തനെ പിടിക്കുമ്പോൾ അതിന് താഴെ എന്താണ്? അത് എന്താണ്? മാന്റിലാണ്. അപ്പോൾ അതിന്റെ
കനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് മൊത്തം എത്രയെന്ന് പറയുന്നത് 2900 കിലോമീറ്റർ വരെയുള്ള ഭാഗമാണ്. 2900 കിലോമീറ്റർ വരെയുള്ള ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, മാന്റിൽ എന്ന് പറയുന്നത്. ഇവിടെയാണ് എന്തെന്ന് പറയുന്നത്, അസ്തനോസ്ഫിയർ കാണപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു അല്ലെ, അസ്തനോസ്ഫിയർ. ഓക്കെ, കിട്ടിയെന്ന് കരുതുന്നു. പറഞ്ഞ കാര്യം തന്നെയാണ് പിന്നെയും പറയുന്നത്. അസ്തനോസ്ഫിയറിന്റെ താഴെയുള്ള ഭാഗം എന്താണ്, നമ്മൾ പറഞ്ഞു അസ്തനോസ്ഫിയറിന്റെ താഴെയുള്ള ഭാഗം എന്തവസ്ഥയിലാണ്, ഖരാവസ്ഥയിലാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അസ്തനോസ്ഫിയർ അതിലാണ് എന്തെന്ന് പറയുന്നത്, മാഗ്മ ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇനി ഈ അസ്തനോസ്ഫിയറിന്റെ താഴെയുള്ള ഭാഗം അത് ഖരാവസ്ഥയിലാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി കാമ്പ് എടുക്കുക അല്ലെ. കാമ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, നിഫെ എന്ന് അറിയപ്പെടുന്നു. അത് നമ്മൾ പറഞ്ഞു അല്ലെ. കാമ്പ് എന്ന് പറയുമ്പോൾ എന്താ അറിയപ്പെടുന്നത്, നിഫെ എന്ന് അറിയപ്പെടുന്നു. അതുപോലെ എന്തുകൊണ്ടാണത്, നിക്കലും ഇരുമ്പും എന്നീ ലോഹങ്ങൾ അവിടെ പ്രധാനമായിട്ട് കാണപ്പെടുന്നു. അതുകൊണ്ട് നിക്കലിന്റെ Niയും അതുപോലെ എന്തിന്റെ ഇരുമ്പിന്റെ Feയും ചേർന്ന് നിഫെ എന്ന പേര് ആർക്കുണ്ട്, കാമ്പിനുണ്ട്. അകക്കാമ്പിലെ ചൂട് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിപ്പോ നമ്മൾ പക്ക പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി ഭൂമിയുടെ അന്തരീക്ഷം ഉത്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു ഭൂമി. എങ്ങനെയായിരുന്നു ഭൂമിയുടെ ഉത്ഭവ സമയത്ത് ഭൂമി എങ്ങനെയായിരുന്നു, ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു. കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് ഇത് സാവധാനം തണുക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ എന്ത് ചെയ്യുകയാണ്, പുറത്തേക്ക് വന്നു. ഓക്കെ, അപ്പോ ഉത്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു. കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുകയാണ്, സാവധാനം തണുക്കുകയാണ്. അങ്ങനെ ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, പുറത്തേക്ക് വന്നു. ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിന്റെ ഒരു ആവരണം ഉണ്ടായി. ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വാതക പുതപ്പാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അന്തരീക്ഷം, നമ്മൾ പറഞ്ഞു ഭൂമി അതിന്റെ ഉത്ഭവ സമയത്ത് എന്തായിരുന്നു എന്നാണ് പറയുന്നത്, ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു. പിന്നെ കോടാനുകോടി വർഷങ്ങൾക്ക് ശേഷം അത് സാവധാനം തണുത്തു വന്നു. അങ്ങനെ ഈ തണുക്കുന്ന ഈ ഒരു പ്രക്രിയ, ഇതിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങളൊക്കെ പുറത്തേക്ക് വന്നു. ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള അല്ലെ വായുവിന്റെ ഒരു ആവരണം ഉണ്ടാവുകയാണ്. ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വാതക പുതപ്പാണ് എന്തെന്ന് പറയുന്നത്, അന്തരീക്ഷം എന്ന് പറയുന്നത്. സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമായി അന്തരീക്ഷം എന്തിനാൽ സമ്പന്നമാവുകയാണ്, ഓക്സിജനാൽ സമ്പന്നമാവുകയാണ്. അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളാണ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയവ. അന്തരീക്ഷത്തിലുള്ള വാതകങ്ങൾ ഏതൊക്കെ കാണുന്നത്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്. നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഈ വാതകങ്ങൾ കൂടാതെ മറ്റ് വാതകങ്ങളും പൊടിപടലങ്ങളും ജലാംശവും കൂടെ എവിടെയുണ്ട്, അന്തരീക്ഷത്തിൽ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് അന്തരീക്ഷ സംരചന. എന്താണ് അന്തരീക്ഷ സംരചന എന്നുള്ളതാണ്. കോമ്പോസിഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ നോക്കാം നമുക്ക്. ഭൗമോപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ, എങ്ങനെ, ഭൗമ ഉപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിന്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്ന് എത്ര കിലോമീറ്റർ വരെ, 10,000-ഓളം കിലോമീറ്റർ വരെ ഉയരം അന്തരീക്ഷത്തിന്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ആകെ അന്തരീക്ഷ വായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണെന്ന് കണക്കാക്കപ്പെടുന്നു. അപ്പൊ മനസ്സിലാക്കുക, ഭൗമോപരിതലത്തിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിന്റെ സാന്നിധ്യം ഉണ്ട്, 10,000-ഓളം കിലോമീറ്റർ വരെ ഒക്കെ എന്തിന്റെ സാന്നിധ്യം ഉണ്ട്, അന്തരീക്ഷത്തിന്റെ സാന്നിധ്യമൊക്കെ ഉണ്ട്. പക്ഷേ 97% അന്തരീക്ഷ വായുവും സ്ഥിതി ചെയ്യുന്നത് എന്താണ്, ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ വരെ ഉയരം മാത്രമാണ്. മനസ്സിലായോ? ഇനി ഉയരം കൂടുന്തോറും എന്ത് ചെയ്യാണ്, അപ്പൊ നമുക്ക് മനസ്സിലായി വാതകങ്ങളുടെ അളവ് എന്ത് ചെയ്യാണ്,
കുറഞ്ഞു വരികയാണ് അല്ലെ. ഓക്കെ, മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ജീവവായുവായ ഓക്സിജൻ, സസ്യങ്ങളുടെ നിലനിൽപ്പിനാവശ്യമായ കാർബൺ ഡയോക്സൈഡ് എന്നിവ ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. നമുക്കറിയാം ഈ രണ്ട് വാതകങ്ങളാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. ഏതൊക്കെ? ഓക്സിജനും അതുപോലെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡും അല്ലെ. ഈ രണ്ട് വാതകങ്ങളാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കാം നമുക്ക് അന്തരീക്ഷത്തിലെ വാതകങ്ങൾ ഏതൊക്കെയാണ്, ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ കഴിഞ്ഞ ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യാ, നമുക്ക് ഇതിലുള്ളത് നോക്കാട്ടോ. ഓക്കെ, ഹൈഡ്രജൻ, സിനോണ്, ക്രിപ്റ്റോണ്, ഹീലിയം, നിയോണ്, കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗൺ. ഹൈഡ്രജൻ, അതുപോലെ സിനോണ്, ക്രിപ്റ്റോണ്, ഹീലിയം, നിയോണ്, കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗൺ. ഇത് ചേർന്നതാണ് അന്തരീക്ഷ വാതകങ്ങൾ. ഇതെല്ലാം എന്തുണ്ട്, അന്തരീക്ഷ വാതകങ്ങളിലുണ്ട്. ഇതിൽ നൈട്രജൻ ആണ് എത്ര വരുന്നത്? 78% എന്താണ് വരുന്നത്? നൈട്രജൻ ആണ് വരുന്നത്. നൈട്രജൻ 78%, ഓക്സിജൻ 21%. ഈ 1% മാത്രമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ വാതകങ്ങൾ. ഏതൊക്കെ? ആർഗണ്, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോണ്, ഹീലിയം, ക്രിപ്റ്റോണ്, സിനോണ്, ഹൈഡ്രജൻ. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. അത് 1% മാത്രമേ ഉള്ളൂ. ബാക്കി 78% നൈട്രജന്, 21% എന്താണ്? ഓക്സിജന്. അപ്പൊ തന്നെ നമുക്ക് 99% ആയി. പിന്നെ 1% വരുന്നതാണ് ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോണ്, ഹീലിയം, ക്രിപ്റ്റോണ്, സിനോണ്, ഹൈഡ്രജൻ. ഓക്കെ, ഇനി നോക്കാം നമുക്ക്. സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിൽ എത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. എന്താണ് ഈ ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്രേഷൻ എന്ന് പറയും അല്ലെ. സൂര്യന്റെ താപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും എന്ത് ചെയ്യുകയാണ്? ജലം നീരാവിയായിട്ട് അന്തരീക്ഷത്തിൽ എത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്രേഷൻ. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമേ എന്ത് ജലബാഷ്പത്തിന്റെ സാന്നിധ്യമുള്ളൂ. അതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കാം. ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ? 90 കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിന്റെ സാന്നിധ്യമുള്ളൂ. വാതകങ്ങൾ, ജലതന്മാത്രകൾ എന്നിവക്ക് പുറമെ എന്തും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിന്റെ ഭാഗമാണ്. പൊടിപടലങ്ങൾ സാധാരണയായി കണ്ടുവരുന്നത് ഭൗമോപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് എന്ത് രൂപപ്പെടും? മേഘങ്ങൾ രൂപപ്പെടുന്നു. ഓക്കെ, അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് എന്ത് ചെയ്യും? മേഘങ്ങൾ രൂപപ്പെടുന്നു. അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ അല്ലെങ്കിൽ എന്ത് പറയും? ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലി എന്ന് വിളിക്കുന്നു. അപ്പോ എന്താ പറയുന്നത്? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി എന്ത് ചെയ്യും? ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടും. അതുകൊണ്ട് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ എന്ത് പറയും നമ്മള്? ഘനീകരണ മർമ്മങ്ങൾ അല്ലെങ്കിൽ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലി എന്ന് പറയുന്നു. അപ്പൊ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലി അല്ലെങ്കിൽ ഘനീകരണ മർമ്മങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെയാണ്. ഓക്കെ, ആ ഒരു ടേം പഠിച്ചു വെച്ചേക്കുക, ഘനീകരണ മർമ്മങ്ങൾ. ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നതെന്ന് നോക്കാം നമുക്ക്. കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നതിൽ എന്തുണ്ടാവും? പൊടിപടലങ്ങൾ ഉണ്ടാവും അല്ലെ. കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം. ഓക്കെ, ഇതിലൂടെയൊക്കെ എന്താണ് നമുക്ക് ഈ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്താം. കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം. ഇനി എന്താണ്? ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു എന്ന് ചോദിച്ചാല് അന്തരീക്ഷം എന്ന് പറയുമ്പോൾ എന്താണ്? കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. അതുപോലെ ഹാനികരങ്ങളായ സൂര്യരശ്മികളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് അല്ലെ. ഭൂമിയുടെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനൊപ്പം എന്തോ ആവശ്യമാണ്? അന്തരീക്ഷം
അന്തരീക്ഷം അല്ലെ. കാരണം എന്താ, കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് ഒരു കാരണമാണ്. അതുപോലെ ഹാനികരങ്ങളായ സൂര്യരശ്മികളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ അമ്ലമഴ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങിയ നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നു. അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്ന് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നു. മഴവെള്ളത്തിന്റെ pH മൂല്യം 5ൽ കുറവാണെങ്കിൽ അതിനെ അമ്ലമഴയായി കണക്കാക്കും. നമുക്കറിയാം 7, അതിന് താഴെയുള്ളത് അസിഡിക്കും ഇതിന് മുകളിലുള്ളത് ബേസിക്കും ആണ്. അപ്പോ നമുക്ക് മഴവെള്ളം ലഭിക്കുമ്പോൾ ആ മഴവെള്ളത്തിന്റെ pH മൂല്യം 5ലും കുറവാണ് എങ്കിൽ എന്താണ്, അവിടെ നമുക്ക് എന്ത് പറയാം, ആ മഴയെ അമ്ലമഴയായിട്ട് കണക്കാക്കും. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? 7 ആണ് അല്ലെ. ഓക്കെ, അപ്പൊ കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങിയ നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തും. അവ എന്ത് ചെയ്യും? മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് അസിഡിറ്റി അല്ലെ, അല്ലെങ്കിൽ ആസിഡ് സ്വഭാവം കൈവന്ന് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നു. അങ്ങനെ ആ മഴവെള്ളം നമുക്ക് പരിശോധിച്ചാൽ pH മൂല്യം 5ൽ കുറവാണെങ്കിൽ എന്താണ്, അത് അമ്ലമഴയായിട്ട് പരിഗണിക്കും. അങ്ങനെ ശുദ്ധജലത്തിന്റെ pH മൂല്യം കൂടെ പഠിച്ചു വെച്ചേക്കുക. അതറിയാം, എല്ലാവർക്കും അറിയാം അല്ലെ, pH മൂല്യം എത്രയാണ്? 7 ആണ് എന്നുള്ളത്. ഇനി പുകമഞ്ഞ്. പുകയും അല്ലെങ്കിൽ മൂടൽമഞ്ഞും ചേർന്നാണ് പുകമഞ്ഞ് രൂപപ്പെടുക. എന്താണ്? പുക അല്ലെങ്കിൽ സ്മോക്ക് എന്ന് പറയും അല്ലെ. അതുപോലെ മൂടൽമഞ്ഞ്, ഇത് രണ്ടും ചേർന്നാണ് പുകമഞ്ഞ് രൂപപ്പെടുക അല്ലെ. കണ്ടോ? ഓക്കെ, വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു. ഇവ മഞ്ഞുമായി കലർന്ന് പുകമഞ്ഞ് രൂപപ്പെടുന്നു. പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ വായുമലിനീകരണം കാരണമാകുന്നുണ്ടെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ സ്മോക്കും അതുപോലെ ഫോഗും, പുകയും മൂടൽമഞ്ഞും ചേർന്നാണ് എന്തുണ്ടാകുക? പുകമഞ്ഞ് രൂപപ്പെടുക. വ്യവസായശാല, നിർമ്മാണ പ്രവർത്തനങ്ങള്, വാഹനങ്ങള്, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങള് കത്തിക്കല് തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യും? നിറയുന്നു. ഇവ മഞ്ഞുമായി കലർന്ന് പുകമഞ്ഞ് രൂപപ്പെടുന്നു. എന്തൊക്കെ അസുഖങ്ങൾക്ക് കാരണമാകാം? പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ ഇതൊക്കെ വർദ്ധിക്കാൻ ഈ വായു മലിനീകരണം കാരണമാകുന്നുണ്ട്. ഓക്കെ, ഇനി അന്തരീക്ഷ ഘടന നോക്കാം. താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായി തരംതിരിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് പറയാൻ പോകുന്നത്. താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. നോക്കാം നമുക്ക് ഏതൊക്കെയാണത്. ഇതാണ് ആ 5 വ്യത്യസ്ത പാളികൾ. ഏതൊക്കെയാണ്? ആദ്യം ട്രോപ്പോസ്ഫിയർ, പിന്നെ അതിന് മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ, ദെൻ അതിന് മുകളിൽ മിസോസ്ഫിയർ, അതിന് മുകളിൽ തെർമോസ്ഫിയർ, ദെൻ എക്സോസ്ഫിയർ. പഠിച്ചേ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇനി നമുക്ക് നോക്കാം. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളി നമ്മൾ കണ്ടല്ലോ. ട്രോപ്പോസ്ഫിയർ കണ്ടല്ലോ. ആ പിക്ചർ ഒന്ന് നോക്കുക. കണ്ട, അന്തരീക്ഷത്തിന്റെ ഭൂമിയോട് ചേർന്ന് ആദ്യം കാണുന്നത് എന്താണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഇവിടെ ഓരോ ഇതും കാണാം കേട്ടോ. ആ പിക്ചറൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇതിൽ നിന്നും നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടാനുണ്ട്. ഓക്കെ, എന്താണ്? അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്.
ഇതിന് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം കാണും. എത്ര കിലോമീറ്റർ വരെ ഉയരം കാണും? നമ്മുടെ ഭൗമ ഉപരിതലത്തിൽ നിന്ന് 13 കിലോമീറ്റർ വരെ ഉയരമാണ് ഏതിനുള്ളത്? ട്രോപ്പോസ്ഫിയറിന് ഉള്ളത്. ധ്രുവ പ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്ററും ഉയരമാണ് ഉള്ളത്. ഇതും ചോദിക്കുന്നതാണ്. ധ്രുവ പ്രദേശത്ത് എത്ര കിലോമീറ്റർ ഉയരാണ്? 8 കിലോമീറ്റർ. ഇനി അത് ഭൂമധ്യരേഖാ പ്രദേശത്താവുമ്പം എന്താണ്? 18 കിലോമീറ്റർ ഉയരമാണ് ഇതിന് ഉള്ളത്. ഓക്കെ, ഭൂമധ്യരേഖാ പ്രദേശത്ത് എന്ത് കൂടുതലായതുകൊണ്ടാണ്? ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതൽ ആയതിനാലാണ്. അപ്പോ അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളി ട്രോപ്പോസ്ഫിയർ. ഇതിന് ഭൗമോപരിതലത്തിൽ നിന്ന് എത്ര കിലോമീറ്റർ വരെ ഉയരം വരും? 13 കിലോമീറ്റർ. ധ്രുവ പ്രദേശത്ത് എത്ര കിലോമീറ്റർ ഉയരം? 8 കിലോമീറ്റർ. ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്റർ. ഭൂമധ്യരേഖാ പ്രദേശത്ത് എന്ത് കൂടുതലായതുകൊണ്ടാണ്? ചൂട് കൂടുതലായതുകൊണ്ടാണ്. ഇനി പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണ്. ഏത് പാളിയില്? ട്രോപ്പോസ്ഫിയറില്. പൊടിപടലം, ജലബാഷ്പം. കൂടാതെ മേഘരൂപീകരണം, അല്ലെ? മഴ, മഞ്ഞ്, കാറ്റ്, അല്ലെ? പൊടിപടലങ്ങളും ജലബാഷ്പമൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ ഇത് ഉണ്ടാവുക. അപ്പോ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിന്റെ ഒരു പ്രധാന സവിശേഷത ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു. അതായത് 165 മീറ്റർ ഉയരം കൂടുന്തോറും എന്ത് ചെയ്യും? 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ ഇങ്ങനെ താപം കുറഞ്ഞുകൊണ്ടിരിക്കും. മുകളിലേക്ക് പോകും തോറും എന്ത് കുറയുന്ന പറയുന്നത്? അന്തരീക്ഷ താപനില ട്രോപ്പോസ്ഫിയറിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതിനെ എന്ത് പറയുന്നു? ഇതൊരു ചോദിച്ച തീവയ്ക്കാണ് കേട്ടോ. അതായത് ക്രമമായ നഷ്ടനിരക്ക് അല്ലെങ്കിൽ നോർമൽ ലെപ്സ് റേറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത്? ട്രോപ്പോസ്ഫിയറിന്റെ പ്രധാന സവിശേഷത എന്താണ്? ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും എത്ര ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്നു? 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്നു. ഇതിനെ എന്തെന്ന് പറയുന്നു? ക്രമമായ നഷ്ടനിരക്ക് എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അതിൽ നമുക്ക് നോക്കാനുള്ളത്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഈ ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലുള്ള ആ പിക്ചർ ഒന്ന് നോക്കി നോക്കുക കേട്ടോ. ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലുള്ള അന്തരീക്ഷ പാളിയാണിത്. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഉയരം. നമ്മൾ നേരത്തെ പറഞ്ഞത് എത്രയായിരുന്നു? 13. ഇതെത്രയാണ്? 50 കിലോമീറ്റർ. അപ്പോ നമ്മൾ പറഞ്ഞു ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലാണ് എന്ത് കിടക്കുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. പക്ഷെ ട്രോപ്പോസ്ഫിയറിന് ഭൗമോപരിതലത്തിൽ നിന്ന് 13 കിലോമീറ്റർ വരെ ഉയരത്തിലായിരുന്നു. എന്നാൽ സ്ട്രാറ്റോസ്ഫിയർ എത്രയാണ്? 50 കിലോമീറ്റർ, ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഉയരം. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായി കാണാം. ട്രോപ്പോസ്ഫിയറിന്റെ നേരെ ഓപ്പോസിറ്റ്. ട്രോപ്പോസ്ഫിയർ എന്താ പറഞ്ഞത്? ഓരോ 165 അല്ലെ? നമ്മൾ എത്ര പറഞ്ഞത്? കാണിച്ചുതരാം. ഓരോ 165 മീറ്റർ ഉയരം കൂടുന്തോറും എന്ത് ചെയ്യും? 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയും എന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ പറഞ്ഞു സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ എന്ത് ചെയ്യും? താപം വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്തുള്ളത്? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഓസോൺ പാളി അത് ഏതിലാണ് കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയറിൽ. പറഞ്ഞേ, സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി ഉള്ളത്. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. എത്ര കിലോമീറ്റർ? നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ട്രോപ്പോസ്ഫിയറിന് തൊട്ടുമുകളിലുള്ള അന്തരീക്ഷ പാളി ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഉയരം വരുന്നത്. ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം കൂടും. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി ഉള്ളത്. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്.
ഓക്കെ, ഇനി ഓസോൺ എന്താണ്? ഭൂമിയുടെ രക്ഷാകവചം അല്ലെ. സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. സൂര്യനിൽ നിന്ന് എന്ത് വരും? അൾട്രാ വയലറ്റ് രശ്മികൾ വരും അല്ലെ, വളരെ അപകടകാരികളാണ്. ഇത് തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നതിന് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ്. അൾട്രാ വയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ ഭൗമോപരിതലത്തിൽ പതിച്ചാൽ അത് ജീവജാലങ്ങൾക്ക് ഹാനികരമാവുകയും ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അൾട്രാ വയലറ്റ് രശ്മികൾ വൻതോതിൽ എവിടെ എത്തിയാല്? നമ്മുടെ ഭൂമിയിലെങ്ങാനും എത്തിയാൽ അത് ജീവജാലങ്ങൾക്ക് എന്താണ്? ഹാനികരമാണ്. ആവാസ വ്യവസ്ഥയെ വളരെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ എന്തെല്ലാം ദോഷങ്ങളാണ് അപ്പൊ ഉണ്ടാക്കുക നോക്കാം നമുക്ക്. എന്തൊക്കെയാ ഉണ്ടാക്കുക? ഒന്ന്, ആഹാര ശൃംഖലയുടെ തകർച്ച. എന്തുണ്ടാക്കും? ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം. ഇതിനൊക്കെ എന്ത് കാരണമാകുന്നുണ്ട്? അൾട്രാ വയലറ്റ് കിരണങ്ങൾ കാരണമാകുന്നുണ്ട്. പിന്നെ ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ. അപ്പൊ ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കുക, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ. ഇതിനൊക്കെ കാരണമാകുന്ന കിരണങ്ങളാണ് ഏത്? അൾട്രാ വയലറ്റ് കിരണങ്ങൾ. ഓക്കെ, അപ്പം അതിനെ തടഞ്ഞു നിർത്താൻ ആരാണ് നമ്മളെ സഹായിക്കുന്നത്? സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓസോൺ ദിനം എന്നാണ്. എല്ലാ വർഷവും സെപ്റ്റംബർ 16 എന്നാണ്, സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്നു. ഓസോൺ സംരക്ഷണത്തിന്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക, ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? ഒന്ന്, ഓസോൺ സംരക്ഷണത്തിന്റെ ആവശ്യകത നമ്മുടെ ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക, അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ അല്ലെ, അത് ഓസോൺ ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന ദോഷങ്ങൾ, അതുപോലെ ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ട്രോപ്പോസ്ഫിയർ പറഞ്ഞു, സ്ട്രാറ്റോസ്ഫിയർ പറഞ്ഞു. ഇനി മിസോസ്ഫിയർ നോക്കിയാലോ? സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ. ഓക്കെ, 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ. ട്രോപ്പോസ്ഫിയർ എത്രയായിരുന്നു? 13. സ്ട്രാറ്റോസ്ഫിയർ 50. ഇത് 50 to 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. ഈ പാളിയിലും ഉയരം കൂടുന്തോറും എന്ത് ചെയ്യുകയാണ്? താപം കുറയുന്ന പ്രതിഭാസമുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ്? ഉയരം കൂടുന്തോറും താപം കുറയും. ട്രോപ്പോസ്ഫിയർ എന്തായിരുന്നു? ഉയരം കൂടുന്തോറും താപം കുറയും. എന്നാൽ സ്ട്രാറ്റോസ്ഫിയറിൽ എത്തിയപ്പോ താപം കൂടും. ഇനി മിസോസ്ഫിയറിൽ വീണ്ടും എന്ത് ചെയ്യും? ഉയരം കൂടുന്തോറും താപം കുറയും. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോഴേക്കും താപനില -100°C വരെ താഴുന്നു. ഓക്കെ, അത്ര വരെ എന്താവും? ഇവിടുന്ന് 80 കിലോമീറ്റർ എത്തുമ്പോഴേക്കും ആവും എത്ര? -100°C വരെ താഴും. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അപ്പൊ നമ്മോട് ചോദിക്കാം, അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് ഏത് പാളിയിലാണെന്ന് ചോദിച്ചാൽ ഏത് പാളിയിലാണ്? ഭൂമിയുടെ എന്താണ് അന്തരീക്ഷത്തിന്റെ മിസോസ്ഫിയറിലാണ് അല്ലെ. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചിട്ടാണ്. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ ഉണ്ടല്ലോ, അവ കത്തിച്ചാരമാകുന്നത് ഏത് പാളിയിൽ വെച്ചിട്ടാണ്? ഇതും PYQ ആണ്. അതുപോലെ കുറഞ്ഞ താപനില, അതും PYQ ആണ്. അപ്പൊ എന്ത് ചെയ്യുക? അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതൊക്കെ എവിടെ വെച്ചിട്ടാണ്? മിസോസ്ഫിയറിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി തെർമോസ്ഫിയർ. അത് പറയുമ്പോൾ തന്നെ നമുക്കൊരു ചൂടൊക്കെ കിട്ടും അല്ലെ. മിസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80, നമ്മൾ 80 വരെ പറഞ്ഞു. ഇനി 80 to
400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. ഉയരം കൂടുന്തോറും ഇവിടെ എന്തായിരിക്കും? തെർമോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചൂട് കിട്ടും. ഇവിടെയും ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെയാണ് എന്തെന്ന് പറയുന്നത്? അയണോസ്ഫിയർ എന്ന് പറയുന്നത്. അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ അയോണോസ്ഫിയർ നമുക്ക് നോക്കാം. അന്തരീക്ഷത്തിന്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാ വയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയണുകളാക്കി മാറ്റുന്നു. അന്തരീക്ഷത്തിന്റെ ഏകദേശം 80 to 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാ വയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ എന്താക്കി മാറ്റുന്നു? അയണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയെ അയോണീകരണം എന്നും ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പൊ അന്തരീക്ഷത്തിന്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാ വയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയണുകളാക്കി മാറ്റുന്നു. ഇനി ഈ പ്രക്രിയയെ അയോണീകരണം എന്നും ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയണോസ്ഫിയർ എന്നും ആണ് എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്. അയണുകൾ വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. അയണുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുതകാന്തിക തരംഗങ്ങളാണ്, നമുക്കറിയാം അല്ലെ. അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. ഏത് മേഖല? അയണോസ്ഫിയർ. ഓക്കെ, അപ്പൊ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് എവിടെയാണ്? അയണോസ്ഫിയറിലാണ് എന്നുള്ളത് ഓർത്തു വച്ചേക്കാം. ഓക്കെ, ഇനിയാണ് എക്സോസ്ഫിയർ അല്ലെ. നമ്മൾ അവിടെ കണ്ടു. അയണോസ്ഫിയറിനും തൊട്ടുമുകളിൽ കാണുന്നതാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് ഏതെന്ന് പറയുന്നത്? എക്സോസ്ഫിയർ. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിന്റെ ഭാഗമായിട്ട് അതങ്ങട് മാറുകയാണ്. അതാണ് എക്സോസ്ഫിയർ. എക്സോസ്ഫിയറിനെ കുറിച്ച് അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് എന്താണ് കൺക്ലൂഡ് ചെയ്യാം. അതായത് എക്സോസ്ഫിയർ, ആദ്യം നമുക്ക് ട്രോപ്പോസ്ഫിയർ അല്ലെ, താഴെയുള്ളത് ട്രോപ്പോസ്ഫിയർ, അത് നോക്കാം. 80 കിലോമീറ്റർ മുതൽ അതാ ഒരു മിനിറ്റ്. ഇവിടെ നമുക്ക് ഇത് ചേരുംപടി ചേർക്കാനാണ് കേട്ടോ. ഓക്കെ, ഞാനും വിചാരിച്ചു ഇതെന്ത് സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഇനിയിപ്പോ ഇതന്നെ എടുക്കാം. 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാ? 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി നമുക്കറിയാം. ഏതാണ്? അതേതാണ്? തെർമോസ്ഫിയർ ആണ് അല്ലെ. ഏതാണ്? തെർമോസ്ഫിയർ. ഓക്കെ, ഇനി ഓസോൺ വാതക സാന്നിധ്യമുള്ള മേഖല ഏതാണ്? അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഇനി ഉയരക്രമത്തിനനുസരിച്ച് ഒരു നിശ്ചിത തോതിൽ താപം കുറയുന്ന പാളി അതേത് പറയാം നമുക്ക്? നമ്മുടെ ട്രോപ്പോസ്ഫിയറിൽ അങ്ങനെയാണ് അല്ലെ. ഉയരക്രമം അനുസരിച്ച് ഓരോ 165 മീറ്ററിനും എന്ത് ചെയ്യുന്നുണ്ട്? 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. നമ്മൾ പഠിച്ചതാണ്. ഈ വായു തന്മാത്രകൾ ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിലേക്ക് ലയിക്കുന്നത് ഏതാ? നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. ഏതാണ്? എക്സോസ്ഫിയർ ആണ് അല്ലെ. ഓക്കെ, ഇനി എന്താണ്? ഉൽക്കകൾ കത്തി ചാരമാവുന്ന പാളി ഏതാ? അതേതാണ്? അത് മിസോസ്ഫിയർ ആണ്. താപനില ഏറ്റവും കുറഞ്ഞ പാളിയും ഏത് തന്നെയാണ്? മിസോസ്ഫിയർ ആണ് അല്ലെ. നമുക്കറിയാം അല്ലെ. -100 വരെ എത്തുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഉയരം കൂടുന്തോറും എന്ത് ചെയ്യാണ്? താപനില വർദ്ധിക്കുന്നത് ഏതാ? ഉയരം കൂടുന്തോറും താപനില വർദ്ധിക്കുന്നത് അത് തെർമോസ്ഫിയർ ആണ് അല്ലെ. ഉയരം കൂടുന്തോറും എന്ത് ചെയ്യും? എന്ത് ചെയ്യും? താപനില കൂടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അത് എന്ത് ചെയ്യുക? അതും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതായത് എന്താണ്? സ്ട്രാറ്റോസ്ഫിയറിലും ഈ ഒരു സംഭവം നടക്കുന്നുണ്ട്. എന്ത്? ഉയരം കൂടുന്തോറും താപനില വർദ്ധിക്കുന്നത് അല്ലെ. നടക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ അതും കൂടെ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇത് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഇത്രയും പഠിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ അല്ലെ. ഓക്കെ, ഇനി നോക്കാം നമുക്ക്. ഭൂമിയിൽ സസ്യ ജന്തുജാലങ്ങളുടെ
എന്ത് നിലനിൽപ്പിനെ സാധ്യമാക്കുന്നതിൽ അന്തരീക്ഷത്തിന്റെയും അതുപോലെ ഭൗമോപരിതല സവിശേഷതകളുടെയും പങ്ക് എന്താണ് നിർണായകമാണ്. ഭൂമിയിൽ സസ്യജന്തുജാലങ്ങളുടെ നിലനിൽപ്പിന് എന്ത് ചെയ്യുന്നത് നിലനിൽപ്പ് സാധ്യമാക്കുന്നതിൽ അന്തരീക്ഷത്തിന്റെയും ഭൗമോപരിതല സവിശേഷതകളുടെയും എന്ത് പങ്ക് നിർണായകമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. കൃത്യമായിട്ട് പഠിക്കുക, പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓരോ കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക, അതിനുശേഷം റിവൈസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു.